CPIM സംസ്ഥാന കമ്മിറ്റി അംഗം EN മോഹൻദാസ് അന്തരിച്ചു. 2 തവണ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ത്യം പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിന് കൈമാറും. സ്വാലിഹാണ് വിവരങ്ങളുമായി ചേർന്ന. സ്വാലിഹ, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? അക്ഷയ്, ഇന്ന് രാവിലെ 8:30 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഏതാണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 15 അദ്ദേഹത്തെ ആശുപത്രിയിൽ പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഏതാണ്ട് ഒരു മാസത്തോളമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ഒരു മാസത്തോളമായി ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നിലവിൽ 2 തവണ CPIMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശാഭിമാനി മലപ്പുറം യൂണിറ്റ് മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട്. EMS പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ വളരെ സജീവമായി മലപ്പുറത്ത് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്ന CPIMന്റെ മലപ്പുറത്തെ ഒരു മുഖമായിരുന്നു അദ്ദേഹം. മൃതദേഹം അല്പസമയത്തിനകം തന്നെ മലപ്പുറത്തേക്ക് എത്തിക്കും. അവിടെ ടൗൺ ഹാളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിന് കൈമാറും. തീർച്ചയായും സ്വാലിഹ, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് കടന്നു പോകുന്നത്. കേരളത്തിന് തന്നെ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം. എന്തായാലും ഇനി പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പാർട്ടിയുടെ ദുഃഖാചരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായും പാർട്ടിയുടെ നേതാക്കളൊക്കെ മലപ്പുറത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും അദ്ദേഹം ചികിത്സയിലിരിക്കെയൊക്കെ ആശുപത്രിയിൽ തന്നെ നേതാക്കൾ എത്തി കണ്ടിരുന്നു. കഴിഞ്ഞ 2021 തിരൂർ സമ്മേളനത്തിൽ അദ്ദേഹം തുടരുകയും 2018 അദ്ദേഹം പെരിന്തൽമണ്ണ CPIMന്റെ ജില്ലാ സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത്. 21 തിരൂരിൽ നടന്ന സമ്മേളനത്തിൽ തുടരുകയും കഴിഞ്ഞു. ഇക്കഴിഞ്ഞ 2024 നടന്ന താനൂരിലെ സമ്മേളനത്തിലാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. KSKTU CITU ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നമുക്കറിയാം, മലപ്പുറത്ത് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തൊക്കെ പാർലമെന്ററി രംഗത്ത് പോലും വലിയ മുന്നേറ്റം മലപ്പുറത്ത് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. സംഘടനാ രംഗത്തും വലിയ മികവ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സംഘടനാ രംഗത്തൊക്കെ വളരെ പ്രഗത്ഭനായ, വളരെ സജീവമായി ഇടപെടുന്ന ഒരു നേതാവിനെ കൂടിയാണ് CPIMന് മലപ്പുറത്ത് നഷ്ടമാകുന്നത്. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേരും. അവർക്കൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 11 മണിയോടെ പൊതുദർശനം തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷയ്, ശരി, KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.